ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. എടാ മക്കളെ, റാപ്പിഡ് റിവിഷൻ്റെ പാർട്ട് 7ലേക്ക് കടന്നിരിക്കുവാണ്. എത്ര പാർട്ട് ഉണ്ടാകുമെന്നൊന്നും എനിക്കറിയത്തില്ല മക്കളെ, പക്ഷേ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. എല്ലാ പാർട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. കൺസെപ്റ്റ് അറിഞ്ഞ് നിങ്ങളെ സ്റ്റെപ്പ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ബാക്കി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് പെട്ടെന്ന് ഓടി വന്നിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് സമയം അധികം കിട്ടാതെ കേട്ടോ. നിങ്ങൾ 1-2 വീഡിയോ ഒക്കെ ഒരു ദിവസം അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ടൈം എക്സാമിനോട് അടുക്കുമ്പോഴത്തേക്ക് ഞാൻ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. മക്കളെ, നമ്മുടെ റാപ്പിഡ് സേ ബാച്ച് 8-ാം തീയതി ആരംഭിച്ചിരിക്കുകയാണ്. മക്കളെ, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ആദ്യം തൊട്ടുള്ള വീഡിയോസ് കിട്ടും. തകർത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ എല്ലാ മക്കളും. നമ്മുടെ മുൻപിലത്തെ സേ ബാച്ചിലെ കുട്ടികൾ ഏകദേശം ഒരു സെറ്റായിട്ടുണ്ട്. എല്ലാവർക്കും ഒരു സന്തോഷമൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ റാപ്പിഡ് സേ ബാച്ചിലെ കുട്ടികൾക്ക് കുറച്ച് ടെൻഷനുണ്ട്, കാരണം തുടങ്ങിയല്ലേ ഉള്ളൂ. കുഴപ്പമില്ല, അവരെയും സെറ്റാക്കി വിടും. പക്ഷേ സമയം നമുക്കൊരിക്കലും തിരിച്ച് കിട്ടത്തില്ല. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് തലയിൽ കയറാനായിട്ട് ഇച്ചിരി പാടുപെടും. അതുകൊണ്ട് എൻ്റെ എല്ലാ മക്കളോടും ഞാൻ പറയുന്നത്, എൻ്റെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഒന്നുമല്ല. ഞാൻ പറയണത്, ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് ബേസിക് കൺസെപ്റ്റ് തൊട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇതിനിടയ്ക്കിടയ്ക്ക് പറയുന്ന വേറൊന്നുമല്ല മക്കളെ, നിങ്ങൾ ഈ ഒരു അവസരം മാക്സിമം യൂസ് ചെയ്യുക. ഓക്കെ, എനിക്ക് ഈ യൂട്യൂബിൽ വന്നിങ്ങനെ എന്താ പറയുക, വിശാലമായിട്ട് പഠിപ്പിക്കാനുള്ളൊരു സമയം എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് പറയുന്നത്. മാക്സിമം അങ്ങോട്ട് വരുവാണെങ്കിൽ എനിക്ക് എല്ലാവരും അവിടെ ശ്രദ്ധിക്കാം. നിങ്ങളെ പേഴ്സണലായിട്ട് നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് ഇൻവേഴ്സ് ഓഫ് മെട്രിസസ്. മെട്രിസിൻ്റെ ഇൻവേഴ്സിനെ പറ്റിയാണ്. ശരിക്കും ഇത് ഡിറ്റർമിൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്, പക്ഷേ അതുമായിട്ട് കണക്ഷൻ ഉണ്ടല്ലേ, മെട്രിസുമായിട്ട് കണക്ഷൻ ഉണ്ട്. സോ അതുകൊണ്ടാണ് ഇൻവേഴ്സ് ഓഫ് മെട്രിസ് എന്ന് പറയുന്നിരിക്കുന്നത്. മക്കളെ, ഇത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്ക് അത്യാവശ്യമാണ് മക്കളെ. അതുകൊണ്ട് ഇത് പഠിച്ചിരിക്കണം, ഈ കൺസെപ്റ്റ് പഠിച്ചിരിക്കണം. 6 മാർക്കിന് നിങ്ങൾ എഴുതാൻ പോകുന്ന സേ എക്സാമിന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഈ ഒരു സാധനം പഠിച്ചിരിക്കണം. മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. എക്സാമിന് 100% ഉറപ്പാണ് ഇത് ഉപയോഗിക്കണം നമുക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ഇത് പഠിച്ചു വെച്ചാൽ മക്കളെ. ഇതിൻ്റെ പേര് ഇൻവേഴ്സ് ഓഫ് മെട്രിസസ് എന്നാണ്. ഈ ഒരു സാധനത്തിലാണ് ഇൻവേഴ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഈ എയുടെ മുകളിൽ ഇങ്ങനെ -1 എഴുതില്ലേ, അതിനെ വായിക്കുന്നത് എ ഇൻവേഴ്സ് എന്നാണ്. ഇതിനെ എ ഇൻവേഴ്സ് എന്ന് വായിക്കണം കേട്ടോ. എയുടെ ഇൻവേഴ്സ്. ഇങ്ങനെ ഒരു സെയിം സാധനം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേടാ. ഈ എയുടെ മുകളിൽ ഇങ്ങനെ ഒരു വരയിടുന്നത്, അതിനെ വിളിക്കുന്ന ട്രാൻസ്പോസ് എന്നാട്ടോ. എ ട്രാൻസ്പോസ്. രണ്ട് തമ്മിൽ തിരിഞ്ഞു പോലെ കാണുമ്പോൾ ഓർത്തോണം. എയുടെ മുകളിലൊരു വരയാണെങ്കിൽ ട്രാൻസ്പോസും, എയുടെ മുകളിൽ ഇങ്ങനെ -1 ആണെങ്കിൽ എ ഇൻവേഴ്സ് എന്നും വായിക്കണം. അപ്പോൾ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ ഡിറ്റർമിനൻ്റ്. ഈ ഡിറ്റർമിൻ്റെ സാധനം നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചു അല്ലേ. പിന്നെ അഡ്ജ് എ, അതൊരു പുതിയ സാധനമായിരിക്കും. ചിലവർക്ക് അറിയായിരിക്കും, ചിലവർ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും. ഒന്നുമില്ല, അഡ്ജ് എന്ന് പറയുന്നത് അഡ്ജോയിൻറ്റിൻ്റെ ഷോർട്ട് ഫോമാണ്. അപ്പോൾ അഡ്ജ് എയുടെ അഡ്ജ്, ഇവിടെ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ പേരായതുകൊണ്ടാണ്. ബി എന്നാണ് പേരെങ്കിൽ അഡ്ജ് ബി എന്ന് നമ്മൾ എഴുതും. ഓക്കെ, അപ്പോൾ 1 ബൈ ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജ് എ എന്നാണ് എ ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ. ആ ഇക്വേഷൻ എൻ്റെ മക്കളെ നിങ്ങൾ എല്ലാവരും ഒരു 10 തവണ കുറഞ്ഞു, ഒരു 15 തവണ ഇപ്പം അങ്ങ് എഴുതിക്കേ. വീഡിയോ പോസ് ആക്കിയിട്ട് എൻ്റെ എല്ലാ മക്കളും എ ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ പഠിക്കടാ. എടാ, ഇത് 6 മാർക്കിൻ്റെ ക്വസ്റ്റിനകത്ത് ഈ ഒരു ഇക്വേഷൻ എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് അവിടെ കിട്ടും. ഞാൻ ചുമ്മാ പറയണതല്ല, ഞാൻ ചുമ്മാ പറയാനായിട്ട് തോന്നുന്നുണ്ടോ? ഇത് നിങ്ങൾക്ക് മസ്റ്റായിട്ട് എടാ, നിങ്ങൾ എഴുതാൻ പോകുന്ന, നിങ്ങളുടെ സേ എക്സാമിൽ എഴുതാൻ പോകുന്ന 17ാമത്തെ ക്വസ്റ്റിനകത്ത് ഇത് ആവശ്യമുണ്ട്. അത്രയും ഞാൻ ഉറപ്പിച്ച് പറയണു. ഓക്കെ, അത്രയും ഞാൻ ഉറപ്പിച്ച് പറയണു. നിങ്ങൾ എഴുതാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇത് ആവശ്യമുണ്ട്. അതുകൊണ്ട് 10 തവണ എഴുതി, അല്ലെങ്കിൽ 15 തവണ എഴുതി അങ്ങ് പഠിച്ചേ. എ ഇൻവേഴ്സ് ഈക്വൽ ടു 1 ബൈ ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജ് എ. ഇപ്പോഴേ പഠിച്ചോണം എൻ്റെ കൂടെ ഇരുന്ന്. സെറ്റ്. ഇനി എന്താണ് ഈ അഡ്ജ് എ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കടക്കാം, അതിലേക്ക് പറഞ്ഞു തരാം. ആദ്യം 2/2 മെട്രിക്സിനെ പറ്റി കാര്യം പറഞ്ഞു തരും. അത് കഴിഞ്ഞ് 3/3ലേക്ക് കടക്കും. കാര്യം കഴിഞ്ഞു. ഓക്കെ മക്കളെ, ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് അഡ്ജ് എ കണ്ടുപിടിക്കണം അല്ലേ. ഈ അഡ്ജ് എ കണ്ടുപിടിച്ചാലേ നമുക്ക് ഇൻവേഴ്സിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കത് എ ഇൻവേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഡിറ്റർമിനൻ്റ് എ വേണം, എന്നിട്ട് അഡ്ജ് എ. ഓക്കെ, ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാം, സ്റ്റെപ്പായിട്ട് കണ്ടുപിടിക്കാം. ഈ അഡ്ജ് എ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് എൻ്റെ മക്കളെല്ലാം നോക്കിക്കോ. ആദ്യം ഈ അഡ്ജ് എ കണ്ടുപിടിക്കണമെങ്കിൽ കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കണം. എന്താടാ കോഫാക്ടർ മെട്രിക്സ്? ചിലവർ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഒന്നുമില്ല, വളരെ വളരെ എളുപ്പമാണ് മക്കളെ. നിങ്ങൾക്കിത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കും. ഞാൻ എൻ്റെ പിള്ളേരോട് പറയണം, കാരണം ഇതിനൊരു ട്രിക്കുണ്ട്. ഈ ട്രിക്ക് ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയല്ലേ, ഏറ്റവും എളുപ്പം മനസ്സിൽ കയറാനുള്ള രീതിയിലുള്ള ട്രിക്കുകളൊക്കെ കണ്ടുപിടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഈ ട്രിക്കോടുകൂടി കോഫാക്ടർ മെട്രിക്സ് എഴുതുന്നത് നമുക്ക് നോക്കാം. 2/2ൻ്റെ കാര്യമാണ് മക്കളെ. സെഡ് എന്ന് പറയുന്ന ലെറ്റർ നിങ്ങൾക്ക് അറിയാലോ. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ലാസ്റ്റ് ലെറ്ററാണ് സെഡ്. അത് തിരിച്ചെഴുതാൻ അറിയാലോ. ഇങ്ങനെയാണ് എഴുതണമെങ്കിൽ ഒന്ന് തിരിച്ചെഴുതുന്ന കാര്യം ആലോചിക്കുക. അത് ഇവിടുന്ന് ഇങ്ങനെ. ഓക്കെ,
നമ്മുടെ മെട്രിക്സിലെ എലമെന്റ്സ് ഒരു Z ഷേപ്പിലാണ് കിടക്കുന്നത്. 2 - 2 4 3. അതിനെ തിരിച്ചെഴുതുന്ന പോലെ ഒന്ന് ആലോചിച്ചേടാ. 3 4 - 2 2. Z തിരിക്കുക. വേണേ എഴുതി വെച്ചോ. Z തിരിച്ചെഴുതുക. തിരിച്ചെഴുതുക. Z തിരിച്ചെഴുതുക. എഴുതി വെച്ചോ സൈഡിൽ. Z ആണ്. അതിനെ തിരിച്ചെഴുതുമ്പോൾ നമുക്ക് കിട്ടും നോക്കിക്കോണം. 3 4 - 2 2. അതിനെ അതേ ഓർഡറിലങ്ങ് എഴുതിക്കേ. 3 4 - 2 2. കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഡയഗണലിനൊന്നും ചെയ്യണ്ട നിങ്ങൾ. ഈ ഡയഗണൽ എന്ന് പറയുന്നത് ഈ 3 2 ആണ്. അതിനൊന്നും ചെയ്യണ്ട. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയഗണൽസ് എന്ന് പറഞ്ഞാൽ ഈ ഡയഗണലിൻ്റെ സൈൻ നേരെ ഓപ്പോസിറ്റ് ആക്കുക. അപ്പോൾ Z തിരിച്ചെഴുതി. എന്നിട്ട് ദേ ഈ ഡയഗണലിന് ഒന്നും ചെയ്യണ്ട. അതിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന ഈ ഡയഗണലിൻ്റെ സൈൻ നേരെ ഓപ്പോസിറ്റ് ആക്കി മാറ്റുക. എന്താക്കി മാറ്റണം? ഓപ്പോസിറ്റ്. അപ്പോൾ ഇവിടെ പ്ലസ് ആയിരുന്നു, ഇവിടെ മൈനസ് ആക്കി. ഇവിടെ മൈനസ് ആയിരുന്നു, ഇവിടെ പ്ലസ് ആക്കി. കോഫാക്ടർ കഴിഞ്ഞു. കോഫാക്ടർ കഴിഞ്ഞു. എന്ത് എളുപ്പമുള്ള സാധനമാണെന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ട്രിക്ക്. ഈ ട്രിക്ക് ഓർത്ത് കഴിഞ്ഞാൽ ഒരിക്കലും മറക്കത്തില്ല കേട്ടോ. ഓക്കെ, ട്രിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മക്കളെ ഒരു നല്ലൊരു എന്താ പറയുക, ഒരു ഹേർട്ട് ഇമോജി നിങ്ങളിട്ടെ. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ. ട്രിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിടുക. അല്ലെങ്കിൽ ട്രിക്ക് ഒരു ടിക്ക് ഇട്ടോ. ട്രിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പുണ്ട്. വേറെ എവിടെ നിങ്ങൾ കേട്ട് കാണാനും ചാൻസ് ഇല്ല. അടുത്തത് കോഫാക്ടർ കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാം. മക്കളെ ഇതിനൊരു എ എന്ന് പറഞ്ഞ പേരിട്ട് വിളിച്ചോ കേട്ടോ നമ്മുടെ ഈ മെട്രിക്സിനെ. അപ്പോൾ ഇതിൻ്റെ അഡ്ജ് എ കണ്ടുപിടിക്കണം എങ്ങനെയാണെന്ന് നോക്കണം. അഡ്ജ് എ, അഡ്ജോയിന്റ് ഓഫ് എ എന്നാണ്. അഡ്ജ് എ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഈ മെട്രിക്സിലേടാ കോഫാക്ടറിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ ഈ നേരെ എഴുതിയിരിക്കുന്ന റോയെ പിടിച്ച് താഴത്തേക്ക് എഴുതുക. 3 - 4 ആണ്. അതിനെ താഴത്തേക്ക് എഴുതിക്ക്. 3 - 4. അടുത്തത് 2 2 ആണ്. +2 +2. ഓക്കെ, രണ്ടും 2 ആണ്. അപ്പോൾ 2 2 താഴത്തേക്ക് എഴുതി. ഇതാണ് നമ്മുടെ അഡ്ജോയിന്റ്. കോഫാക്ടറും അഡ്ജോയിന്റും എന്ത് എളുപ്പം കിട്ടുമെന്ന് നോക്കിയടാ. നല്ല രസമുള്ളൊരു പരിപാടി അല്ലേടാ. അപ്പോൾ കോഫാക്ടറും അഡ്ജോയിന്റും കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ? ഇത്രയുള്ള പരിപാടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ ഇക്വേഷനകത്ത് അഡ്ജോയിന്റ് സെറ്റായി. ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചു. ഓക്കെ, ഡിറ്റർമിനൻ്റെയും കൂടെ കണ്ടുപിടിക്കാം. ഡിറ്റർമിനൻ്റ് എന്ത് വരടാ? ഡിറ്റർമിനൻ്റ് എന്ന് പറയുമ്പോൾ ഇതിനെ ഡിറ്റർമിനൻ്റ് ആക്കി എഴുതുക. ഡിറ്റർമിനൻ്റ് 2 - 2 4 3. ഓക്കെ, കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം അല്ലേ? ഡിറ്റർമിനൻ്റ് എങ്ങനെ കണ്ടുപിടിക്കണേ? 2 × 3 6 -2 × 4 -8 +6 + 8 എന്ന് കിട്ടും. 8 6 14 എന്ന് കിട്ടും. സിമ്പിൾ പരിപാടി. 6 + 8 14. ഓക്കെ, ശരി. എല്ലാം കിട്ടിയല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ഇക്വേഷൻ എഴുതുക. എന്താണ് ഇക്വേഷൻ? എ ഇൻവേഴ്സ്. എന്താണ് എ ഇൻവേഴ്സ്? 1 ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജ് എ. 1 ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജ് എ. നമ്മുടെ ഇക്വേഷൻ സിമ്പിളായിട്ട് നമ്മൾ എഴുതി. നേരെ ഇട്ട് കൊടുത്തേടാ. എ ഇൻവേഴ്സ് ഈക്വൽ ടു 1 ഡിറ്റർമിനൻ്റ് എ. ഡിറ്റർമിനൻ്റ് എ എന്താടാ? 14. സോ 1 14 ഇൻറ്റു അഡ്ജ് എ. അഡ്ജ് എ എന്താടാ? അത് ഇത് 3 2 - 4 2. 3 2 3 2 - 4 2. അതങ്ങ് എഴുതുക. അടിയിൽ 2 വരയിടുക. ആൻസർ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ എ ഇൻവേഴ്സ്. സിമ്പിൾ പരിപാടിയാണ്. സിമ്പിൾ ട്രിക്കുകളാണ് മക്കളെ. ഇത് ഓർത്തിരിക്കാൻ വളരെ വളരെ എളുപ്പമാണ്. സോ നെക്സ്റ്റ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇത് ഞാൻ നിങ്ങൾക്ക് വർക്ക് തരുവാണ് കേട്ടോ. തന്നെ കണ്ടുപിടിച്ചോണം മക്കളെ. ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ എ ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എ ഇൻവേഴ്സ് എത്രയാണെന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഹോംവർക്കാണ്. ഇതിനെ വേണമെങ്കിൽ ഒന്നെന്നിട്ട് ആൻസർ കമൻറ്റ് ചെയ്തു. ഓക്കെ, കാരണം നിങ്ങൾ നേരത്തെ വീഡിയോസിലൊക്കെ ആൻസർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ താഴെ കുട്ടികൾ ഓക്കെ പറയുന്നുണ്ട്. ശരിയാണെങ്കിൽ ഞാനും അങ്ങ് ഓക്കെ പറഞ്ഞേക്കാം. അപ്പോൾ ചെയ്യുക, എന്നിട്ട് ആൻസർ കമൻറ്റ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് 3/3യുടെ അഡ്ജോയിൻ്റ് എങ്ങനെ കണ്ടുപിടിക്കും, ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും നമുക്ക് നോക്കാം. അതിന് കുറച്ചും കൂടെ പരിപാടിയുണ്ട്. കാൽക്കുലേറ്ററൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചോ മക്കളെ. ചെയ്യാനായിട്ട് ഉണ്ട്. ഓക്കെ, നമുക്കിവിടെ കണ്ടുപിടിക്കാം. വളരെ എളുപ്പമാണ്. അതിനുവേണ്ടി അതിനുവേണ്ടി ആദ്യം കോഫാക്ടർ കണ്ടുപിടിക്കണം അല്ലേ? കോഫാക്ടർ മെട്രിക്സ്. ഈ കോഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ കോഫാക്ടർ മെട്രിക്സ്. ഈ കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കണമെങ്കിൽ മക്കളെ ഇതിനൊരു വേറൊരു ട്രിക്കുണ്ട്. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും. ഞാൻ കണ്ടുപിടിച്ചൊന്നുമല്ല, ഓൾറെഡി ഉള്ളൊരു ട്രിക്കാണ്. നമ്മുടെ ഈ മെട്രിക്സ് ഇല്ലേടാ, അതിനൊരു 4 തവണ അങ്ങ് എഴുതുക. 4 തവണ. അപ്പോൾ ഞാനങ്ങ് എഴുതുവാണേ.
മക്കളെ അതിനെ 4 തവണ നിങ്ങൾ എഴുതുക. ഓക്കെ, 4 തവണ അങ്ങ് എഴുതുക. 1, 2, ഒരു തവണ എഴുതി, വീണ്ടും എഴുതി, വീണ്ടും താഴത്തേക്ക് എഴുതി, വീണ്ടും ഇപ്പുറത്തേക്ക് എഴുതി. 4 തവണ എഴുതി കണ്ടല്ലോടാ മക്കളെ. 4 തവണ നല്ല വൃത്തിക്ക് എഴുതിക്കടാ. 4 തവണ കറക്റ്റ് ഓർഡറിലങ്ങ് താഴെ താഴെ അങ്ങ് എഴുതിയാൽ മതി. നല്ല വൃത്തിക്ക് എഴുതിക്കോ. 4 തവണ എന്ന് പറയാൻ കണ്ടല്ലോ, ദേ ഇതൊരെണ്ണം, വീണ്ടും ഒരെണ്ണം, വീണ്ടും അത് തന്നെ, വീണ്ടും അത് തന്നെ. 4 ഞാനിങ്ങനെ അടുക്കി ഇട്ടു. സ്ക്വയർ പോലെ ഷേപ്പിലായി കണ്ട, സ്ക്വയർ ഷേപ്പിൽ 4 എണ്ണം അടുപ്പിച്ചടുപ്പിച്ച് എഴുതി. 4 എണ്ണം കണ്ടല്ലോടാ. ഒരു തവണ, വീണ്ടും ഒരു തവണ, വീണ്ടും ഒരു തവണ, വീണ്ടും ഒരു തവണ, 4 തവണ എഴുതി. ഇനി നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, നമ്മുടെ ഈ ബോർഡറിലുള്ള ഈ എലമെൻസിനെ അങ്ങ് വെട്ടുക. അതിന് നമുക്ക് ആവശ്യമില്ല, അതങ്ങ് വെട്ടിക്കോ. വേണേൽ പെൻസിൽ കൊണ്ട് ഇങ്ങനെ 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 വെട്ടാം, അല്ലെങ്കിൽ ഒരൊറ്റ വെട്ട് വെട്ടിയാൽ മതി. അതിനെ നമുക്ക് ആവശ്യമില്ല, അതിനെ നോക്കുകയേ വേണ്ട. അതുകൊണ്ടാണ് അതിനെ വെട്ടിയത്. ഓക്കെ, വെട്ടി വെട്ടി കൊളാക്കരുത്, അതിനെ അങ്ങ് വെട്ടി. യെസ്. അപ്പം നമുക്കതേ സ്ക്വയർ പോലെ അകത്ത് മാത്രം കുറച്ച് എലമെൻറ്റ്സ് ഉണ്ടല്ലേ, അത് മാത്രം മതിയടാ. ആ എലമെൻറ്റ്സ് മാത്രം മതി. അതിനെ കൊണ്ട് നമുക്ക് കോ ഫാക്ടർ സിമ്പിളായിട്ട് എഴുതാം. അപ്പോൾ ഈ കോ ഫാക്ടർ മെട്രിക്സ് എഴുതാൻ പോകണം നോക്കിക്കോണേ. കോ ഫാക്ടർ മെട്രിക്സ് ഞാൻ ഇവിടെയും കൂടെ എഴുതാം. കോ ഫാക്ടർ മെട്രിക്സ് സിമ്പിൾ പരിപാടിയാണ്. സിമ്പിൾ പരിപാടി. മക്കളെ നിങ്ങളുടെ കാൽക്കുലേറ്റർ എടുത്ത് വെച്ചോ. കാൽക്കുലേറ്ററിനകത്തുള്ള പരിപാടിയുള്ളൂ ഇത്. സിമ്പിൾ പരിപാടിയാണ്, നോക്കിക്കോണേ. കാൽക്കുലേറ്റർ എടുത്തിട്ടാ മക്കളെ ഈ തമ്മിൽ ഇൻറ്റു ചെയ്യാം. നമ്മുടെ ഡിറ്റർമിനൻ്റ് എടുക്കത്തില്ല ആ പരിപാടി. ഞാൻ പറയണ പോലെ ചെയ്തോ. ബ്രാക്കറ്റ് ഇട്ടാ -1 × 1, -1 × 1. കാൽക്കുലേറ്റർ അടി, എല്ലാവരും കാൽക്കുലേറ്റർ ചെയ്തു. മൈനസ്, വീണ്ടും ബ്രാക്കറ്റിനകത്ത് 0 × 2. ഞാൻ വളരെ സ്ലോയിലാണ് പറഞ്ഞു തന്നെ, ഒരുത്തനും തെറ്റിച്ചു പോലെ. എന്താ ചെയ്യേണ്ടത്? കാൽക്കുലേറ്റർ എടുക്കുക, ബ്രാക്കറ്റിനകത്ത് മൈനസ്. അറിയാവുന്നവരും അറിയാത്തവരും ഒക്കെ കാൽക്കുലേറ്റർ ചെയ്തോടാ. ആ ഒരു സാധനം നമ്മൾ എന്തായാലും എക്സാം ഹോളിൽ കൊണ്ടുപോകണമല്ലേടാ, അത് ഉപയോഗിക്കണം മക്കളെ. അപ്പോൾ അതെടുത്ത് വലിയ രീതിയിൽ എല്ലാം അറിയാമെന്ന് പറഞ്ഞ് ഇത് തെറ്റിക്കില്ല, അതുകൊണ്ടാണ് പറയുന്നത്. കാൽക്കുലേറ്ററിൽ ബ്രാക്കറ്റ് ഇട്ടിട്ട് -1 × 1. ചിലർ മൈനസ് ഇടാതൊക്കെ ചെയ്യും. ഈ കാൽക്കുലേറ്ററിലെ മോഡ് മാറി കിടക്കണത് നിങ്ങൾ ചിലപ്പോൾ അറിയത്തില്ല, അതുകൊണ്ടാണ് തെറ്റുത്തരം ചിലപ്പോൾ കാൽക്കുലേറ്റർ കാണിക്കും, നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ബ്രാക്കറ്റ് ഇടാൻ ഞാൻ പറയണത് കേട്ടോ. -1 × 1 ഇടുക, മൈനസ് ഇടുക, ബ്രാക്കറ്റിനകത്ത് 0 × 2 ഇടുക. അപ്പോൾ എത്ര ഇട്ടുകൂടാ? അത് -1 -0. ഓക്കെ, -1 എന്ന് കിട്ടിക്കാണും, അതവിടെ എഴുതുക. ഫസ്റ്റത്തെ പരിപാടി കഴിഞ്ഞു, ഫസ്റ്റത്തെ ആളെ കിട്ടി. അടുത്ത് ഇതേ സംഭവം തന്നെ വീണ്ടും തുടരുക. എന്താണ്? ഇത് തമ്മിൽ ചെയ്തില്ലേ, അടുത്തത് ഇത് തമ്മിൽ. ഓക്കെ, നമ്മളിപ്പോൾ എന്തായത് ഈ 4 തമ്മിൽ ചെയ്തു. അതൊരു 2/2 ഡിറ്റർമിനൻ്റ് അല്ലേ, അത് ചെയ്തു, എഴുതി. അടുത്തത് ഇത് 4 എടുക്കുക, ഇവിടെ എഴുതുക. അടുത്തത് ഇത് 4 എടുക്കുക, ഇവിടെ എഴുതുക. ഓക്കെ, പിന്നെ ഇത് 4 എണ്ണം ഇവിടെ, ഇത് 4 എണ്ണം ഇവിടെ, ഇത് 4 എണ്ണം ഇവിടെ. അങ്ങനെ 3/3 മെട്രിക്സ് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. ഓക്കെ, വീണ്ടും കാൽക്കുലേറ്റർ എടുത്തോ, ബ്രാക്കറ്റ് ഇടുക. 0 × -7 -4 × 1. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനിങ്ങനെ എഴുതണം കേട്ടോ. 0 -4 എന്ന് കിട്ടും. സോ -4. ഓക്കെ, രണ്ടാമത്തെ ആളെ കിട്ടി. നെക്സ്റ്റ് ഇവന്മാർ തമ്മിൽ 4 × 2, 4 × 2 -1 × -7. ഇപ്പോൾ എത്ര കിട്ടൂടാ? 8 - 7 എന്ന് കിട്ടും, 1 വരും. 8 - 7. ഓക്കെ, 1. നെക്സ്റ്റ് ഇവന്മാർ തമ്മിൽ 2 × 3 -1 × 1. അപ്പോൾ ഇത് 6 - 1 5 വരും. യെസ്, മനസ്സിലായവരും മക്കളെ വീഡിയോ ഒന്ന് പോസ് ആക്കിയിട്ട് ബാക്കി തന്നെ ചെയ്ത് നോക്കി, കറക്റ്റ് കിട്ടുമോ നോക്കിക്കണം മക്കളെ. അടുത്ത ഇത് തമ്മിൽ 1 × 2 -7 × 3 -7 × 3. അപ്പോൾ 1 × 2 2 -21. ഇത് പ്ലസ് ആവും അല്ലേ. 2 + 21 23 വരും. കറക്റ്റ് അല്ലേടാ? 2 + 23. ഓക്കെ, കൊള്ളാം. അത് മൈനസ് പ്ലസ് ആണ് കേട്ടോ. നിങ്ങൾ കറക്റ്റ് കാൽക്കുലേറ്റർ ബ്രാക്കറ്റ് ഇട്ട് ചെയ്തോ കേട്ടോ മക്കളെ. അടുത്ത ഇത് -7 × 1 -7 -2 × 2 4 -7 -4 -11.
മക്കളെ നിങ്ങൾ തന്നെ ചെയ്തോണേ. ഞാൻ ഡയറക്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുവാണ്. കാര്യം മനസ്സിലായല്ലോ? കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്ത് ചെയ്തോ കേട്ടോ. അടുത്ത ഇവന്മാർ തമ്മിൽ -1 × 0 -3 × -1. ഇത് 0 + 3 എന്ന് വരും അല്ലേ? 0 + 3. ഓക്കെ, 3. യെസ്. അടുത്തത് ഇവന്മാർ തമ്മിൽ 3 × 4 12 -0. സോ 12 കിട്ടും. പിന്നെ ഒരെണ്ണം കൂടിയേ ഉള്ളൂ. 2 × -1 -2 -4 × 1 4. -2 -4 -6. യെസ്, ഇതാണ് നമ്മുടെ കോ ഫാക്ടർ മെട്രിക്സ്. കോ ഫാക്ടർ മെട്രിക്സ് സിമ്പിളായിട്ട് കഴിഞ്ഞ കണ്ടല്ലോ. കോ ഫാക്ടർ മെട്രിക്സ് കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ അഡ്ജോയിൻറ്റിനെ കണ്ടുപിടിക്കണം അല്ലേടാ. അഡ്ജോയിൻറ്റ് നമ്മുടെ പഴയ സംഭവം തന്നെ. അഡ്ജോയിൻറ്റ് എന്ന് പറയുമ്പോൾ ട്രാൻസ്പോസ് എടുത്താൽ മതി. അഡ്ജ് എ. ഇവനെ എ എന്ന് വിളിച്ചോണേ. പിന്നെ ഞാൻ എ എന്നങ്ങ് വിളിക്കാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റിനെ എ എന്നങ്ങ് വിളിച്ചോണേ. അപ്പോഴേ അഡ്ജ് എ എന്ന് എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എടാ ഇതിൻ്റെ റോയെ പിടിച്ച് നേരെ കോളമാക്കി എഴുത്. -1 -4 1. -1 -4 1. യെസ്. അടുത്തത് 5 23 -11. 5 23 -11. അടുത്തത് 3 12 -6. 3 12 -6. അഡ്ജോയിൻ്റ് സിമ്പിളായിട്ട് കിട്ടി. ഇനി ഡിറ്റർമിനൻ്റ് എയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഡിറ്റർമിനൻ്റ് എ എത്രയായിരുന്നടാ? 2 1 3 4 -1 0 -7 2 1. -7 2 1. ഓക്കെ, ഡിറ്റർമിനൻ്റ് എടുക്കാൻ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണല്ലോ അല്ലേ? പാർട്ട് 6 നിങ്ങൾ കണ്ടതാണല്ലോ, പഠിച്ചതാണല്ലോ. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് വലുതായിട്ട് എഴുതേണ്ട കാര്യമില്ലല്ലോ, ഡയറക്റ്റ് എഴുതുവാണ് മക്കളെ. അറിയാവുന്നൊരു വീഡിയോ പോസ് ആക്കിയിട്ട് ഡിറ്റർമിൻ്റെ കണ്ടുപിടിക്കുക. അപ്പോൾ ഞാനുമായിട്ട് ഉത്തരം ശരിയാണോ എന്ന് നിങ്ങൾക്ക് നോക്കാം. ആദ്യത്തെ റോയെ എഴുതാൻ അറിയാമല്ലോ അല്ലേ? ഞാൻ വീണ്ടും പറയണില്ല. കാണാത്തവരുണ്ടെങ്കിൽ പാർട്ട് 6 കണ്ടിട്ട് പോകുക. ഓരോ പാർട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണണേ, എങ്കിലേ ഒരു കണ്ടിന്യൂഷൻ ആകത്തുള്ളൂ. കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. പ്ലസ് മൈനസ് പ്ലസ്. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു ഇതങ്ങ് ഒഴിവാക്കുക. -1 × 1 -1 -1 0 × 2 0 -1 -0. അപ്പോൾ അത് -1 കിട്ടും. -1 ഇൻറ്റു റോയും കോളം ഒഴിവാക്കി 4 × 1 4 -0 × 7 0. അപ്പോൾ അത് 4 കിട്ടും. യെസ്. പ്ലസ് 3 ഇൻറ്റു 3 ഉൾപ്പെടുന്ന റോയും കോളം കളഞ്ഞു. 4 × 2 8 മൈനസ് -7 ഇൻറ്റു -1 ഇൻറ്റു -7 പ്ലസ് 7 വരും. 8 ൽ നിന്ന് 7 കുറച്ചാൽ 1. അപ്പോൾ ഇത് -2 -4 പ്ലസ് 3 -2. ഓക്കെ, -6 പ്ലസ് 3 എന്ന് വരും. -3 എന്ന് കിട്ടും ആൻസർ. ഡിറ്റർമിനൻ്റ് -3 എന്ന് കിട്ടിക്കാണും അല്ലേ? എങ്ങനെ ചെയ്താലും ആൻസർ കറക്റ്റ് -3 എന്ന് കിട്ടിക്കാണും. സോ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞാൽ മക്കളെ, നമ്മുടെ എ ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ അങ്ങ് എഴുതുക. എന്താ ഇക്വേഷൻ? 1/ഡിറ്റർമിനൻ്റ് ഇൻറ്റു അഡ്ജ് എ. സോ 1/ഡിറ്റർമിനൻ്റ് എത്രയാണ്? 1/ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ആ -3. സോ 1/-3 ഇൻറ്റു അഡ്ജ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഈ സാധനം അതേപോലെ തന്നെ അങ്ങ് കോപ്പി പേസ്റ്റ് ചെയ്യുക. കോപ്പി പേസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതേപോലെ നോക്കി അങ്ങ് എഴുതുക. സംഭവം അങ്ങ് എഴുതുക, അടിയിലൊരു വരയിടുക. ആൻസർ കഴിഞ്ഞു. നമ്മുടെ എ ഇൻവേഴ്സ് കംപ്ലീറ്റഡ്. ഇത്രയുള്ള മക്കളെ പരിപാടി. വളരെ സിമ്പിളായിട്ട് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം അഡ്ജിയെ കണ്ടുപിടിക്കണം. അഡ്ജിയെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ കോ ഫാക്ടർ കണ്ടുപിടിക്കണം. കോ ഫാക്ടർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 4 തവണ മെട്രിക്സിനെ എഴുതുക, ആ ബോർഡർ അങ്ങ് വെട്ടുക, അകത്തുള്ളതിൻ്റെ ഡിറ്റർമിനൻ്റ് ഇങ്ങനെ എടുക്കുക. എടുത്തെടുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും നമ്മുടെ കോ ഫാക്ടർ. ഓക്കെ അല്ലേ? മറ്റേ നമ്മൾ 2/2 കോ ഫാക്ടർ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ടായിരുന്നു അല്ലേ? എങ്ങനെയാണ്? ഡയഗണൽസിൻ്റെ സൈൻ മാറ്റുമായിരുന്നു. ഡയഗണൽസ് അല്ല, ഓപ്പോസിറ്റ് ഡയഗണൽസിൻ്റെ സൈൻ മാറ്റുമായിരുന്നു. ഇവിടെ ആ പരിപാടി വേണ്ട. ഓക്കെ, അത് കണ്ടുപിടിച്ച് കഴിഞ്ഞ ഉടനെ നമ്മൾ അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് അഡ്ജിയെ കിട്ടും. അഡ്ജിയെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കും. ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ച് നമ്മൾ ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ എഴുതും. 1/ഡിറ്റർമിനൻ്റ് ഇൻറ്റു അഡ്ജിയെ. എന്നിട്ട് നമ്മൾ 1/ ആ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ച് ഇട്ട് കൊടുക്കും. പിന്നെ അഡ്ജിയെ നമ്മൾ കണ്ടുപിടിച്ചു, അതോടെ ഇട്ട് കൊടുത്തു. നമ്മുടെ ആൻസർ കഴിഞ്ഞു, കംപ്ലീറ്റഡ്. ഓക്കെ, അതുപോലെ തന്നെ മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഞാൻ തരുന്നത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ചെയ്തോണം. 2 ഇട്ടിട്ട് ആൻസർ കണ്ടുപിടിക്കുക കേട്ടോ.
2 എന്നിട്ടിട്ട് എ ഇൻവേഴ്സിൻ്റെ ആൻസർ ജസ്റ്റ് ഒന്ന് പറയുക. ഇതുപോലെ തന്നെ 4 തവണ എഴുതി വെട്ടറാ. എക്സ്ട്രാ 2 ക്വസ്റ്റ്യൻ കൂടെ തരാം. ഓക്കെ. 3 എന്നെഴുതി. ഇതിനെ 3 എന്നിട്ടോ. ഇതിനെ 4 എന്നിട്ടോ. എന്നിട്ട് ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ. സെറ്റാണല്ലോ? തന്നെ ചെയ്തോളൂല്ലോ മക്കളെ? യെസ്. അപ്പോൾ നമ്മുടെ ഇൻവേഴ്സ് എന്ന് പറയുന്ന മെയിൻ കൺസെപ്റ്റ് കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ ഇൻവേഴ്സ് കഴിഞ്ഞു. യെസ്, 6 മാർക്കിൻ്റെ ആ ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരാളും അടുത്ത വീഡിയോ മിസ്സാക്കരുത്. മിസ്സാക്കാതിരിക്കണമെങ്കിൽ കറക്റ്റായിട്ട് പോകണമെങ്കിൽ മക്കളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഞാൻ എപ്പോഴാണ് വീഡിയോ ഇടുന്നത് എനിക്ക് പോലും അറിയത്തില്ല. വീഡിയോ ഇടുന്ന സമയം തന്നെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടോ. നെക്സ്റ്റ് വീഡിയോ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഒരുത്തം പോലും കാണാതിരിക്കില്ല. എടാ മക്കളെ, ഈ മാത്സിന് തോറ്റ പിള്ളേരൊക്കെ എവിടെയാണ് മക്കളെ? വീഡിയോ കാണുന്നത് ആയിരക്കണക്കിന് കുട്ടികൾ, ശരിക്കും പറഞ്ഞാൽ കുറേ അധികം കുട്ടികൾ കാണേണ്ടതാണ്. ഏകദേശം നമുക്കിപ്പോൾ 1-2K നമ്മളെ കുട്ടികൾ വീഡിയോ കാണുന്നുള്ളൂ. തോറ്റ 35,000-ഓളം കുട്ടികളാണ് മാത്സിന് തോറ്റിരിക്കുന്നത് ഇത്തവണ. കഴിഞ്ഞ വർഷത്തെ കുട്ടികളൊക്കെ വയ്ക്കുമ്പോൾ അത് വലിയൊരു എമൗണ്ടാണ്. ഇവരൊക്കെ എവിടെയാണോ എന്തോ. മക്കളെ, നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം എല്ലാ കുട്ടികളിലേക്ക് എത്തുക. എടാ മക്കളെ, മാത്സ് തോറ്റിരിക്കുന്ന എല്ലാ മക്കളും ഓടി വാടാ മക്കളെ, നമുക്ക് ഒരുമിച്ച് ജയിക്കാടാ. എടാ നിങ്ങൾ ഇത്തവണ ജയിക്കണോടാ മക്കളെ, എല്ലാവരും ജയിക്കണം കേട്ടോ. നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഈ ക്ലാസ്സുകളെല്ലാം ഇടുന്നത്. എൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ചിലപ്പോൾ ആ ഒരു എമൗണ്ട് അടയ്ക്കാൻ ഇല്ലാത്ത കുട്ടികളുണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്ക് വന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക മക്കളെ. ബേസിക് കൺസെപ്റ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാനായിട്ടാണ് ഞാൻ അത് ഒരുക്കിയിരിക്കുന്നത്. നിങ്ങളുടെ റെഗുലർ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ ഉള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് ചവറ് പോലെ പഠിപ്പിക്കുന്നില്ല. എക്സാം എഴുതി നിങ്ങൾക്ക് ഡബിൾ പാസിൻ്റെ അപ്പുറം മാർക്ക് വാങ്ങാനുള്ള രീതി തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, അതിൽ കയറി കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ ജയിക്കും. 100% ഉറപ്പാണ്. ഓക്കെ. ഞാനത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞാൻ പറയും. കാരണം അത് നിങ്ങൾക്ക് അത്രയും യൂസ്ഫുള്ളാണ്. ഈ ഒരു 15 ദിവസം കൂടെ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റും. അതെൻ്റെ ബാച്ചിലുള്ള ഓരോ കുട്ടികളുടെയൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ കൊണ്ട് വെയിറ്റ് ചെയ്യാം മക്കളെ. നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, എഴുതി പഠിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മക്കളെ. ഓക്കെ, ബൈ.